മലപ്പുറം കോട്ടക്കലിലാണ് വ്യാപാര സ്ഥാപനത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തിയവർ മലയാളികൾ തന്നെയാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. രാവിലെ 5:30 നാട്ടുകാരും ആ തീപിടുത്തം കണ്ടതാണ്. മുൻഭാഗത്ത് നിന്ന് വ്യാപാര സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് നിന്ന് തീ പടരുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പുലർച്ചെ സമയമാണ്. എന്താണ് സംഭവിച്ചത്, ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ലഭ്യമാവുക. ഇപ്പോഴേറ്റവും പ്രധാനം ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്നതാണ്. അതിൽ കുടുങ്ങിക്കിടന്നിരുന്ന 3 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒരാളെ ഈ തീപിടുത്തത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. പിന്നീട് 2 പേർ അതിനകത്ത് കുടുങ്ങിക്കിടന്നു. ഒരുപക്ഷെ ആ വ്യാപാര സ്ഥാപനത്തിൽ രാത്രി കഴിഞ്ഞ ആളുകളായിരിക്കണം. അങ്ങനെ തന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾ തന്നെയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ വലിയ വിലക്കുറവിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് ജീവനക്കാരൊക്കെയുള്ള സ്ഥാപനമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇപ്പോഴും അവിടെ വലിയ രീതിയിൽ പുകയുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമീർ ബിൻ കരീം സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, തുടരാമൊന്ന്, ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയുക സാധ്യമല്ല. കൂടുതൽ അന്വേഷണം വേണ്ടിവരും. എങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്താണ് സമീർ? സമീർ ബിൻ കരീമിലേക്ക് എത്താം. മഹാലാഭമേള എന്ന പേരിൽ 2 നിലകളായി പ്രവർത്തിച്ച ഒരു കെട്ടിടമാണിത്. മലപ്പുറം കോട്ടക്കലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ തിരക്ക് പകൽ സമയങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ്. അവിടെയാണ് പുലർച്ചെ 5:30 തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ വ്യാപാര സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് നിന്ന് തീ അകത്തേക്ക് പടർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീട്ടുപകരണങ്ങളൊക്കെ വിൽക്കുന്ന, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന, എന്ത് സാധനമെടുത്താലും 99 രൂപയ്ക്ക് വിൽക്കുന്ന, അങ്ങനെ വലിയ വിലക്കുറവിൽ വിൽക്കുന്ന ഒരു വ്യാപാര സ്ഥാപനം എന്നാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ് രാവിലെ 5:30 അവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ആ വ്യാപാര സ്ഥാപനം കത്തി നശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന് ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ കെട്ടിടമായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീ പടരുന്ന നിലയുണ്ടായിരുന്നു. അവിടെയൊക്കെ ഓരോ മുക്കിലും മൂലയിലും തീ അണയ്ക്കുക എന്ന ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം കടന്നിരിക്കുന്നത്. ആദ്യം 4 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടേക്ക് എത്തി. പിന്നീട് ഇപ്പോൾ 2 യൂണിറ്റുകൾ കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു. ഇനി ആ സ്ഥാപനത്തിനകത്ത് വലിയ രീതിയിൽ തീ പടരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സമീർ സംസാരിക്കുന്ന ഘട്ടത്തിലും ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഏറ്റവും പ്രധാനം അതിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ വിജയം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. 3 പേരാണ് അതിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. മലയാളികൾ തന്നെയാണ് എന്ന് അവിടെയുള്ള നാട്ടുകാരും പറയുന്നു. ആദ്യഘട്ടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തുകയും പിന്നീട് 2 പേർ അതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അവിടെ സ്ഥലത്തേക്ക് എത്തിയ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പുക ശ്വസിച്ചതിൻ്റെ ഭാഗമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് പൊള്ളലൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. സമീപത്തുള്ള കടകളിലേക്കൊക്കെ എത്തി പടരാതിരിക്കാൻ വേണ്ട ജാഗ്രത ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ 5:30 5:30 ഈ അപകടം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് എത്തുകയും അവർ ആ ദൗത്യം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനകത്തേക്ക് കയറി അകത്ത് പടരുന്ന തീ അണയ്ക്കാൻ കഴിയുന്നുണ്ട് എന്നാണോ നമുക്ക് മനസ്സിലാവുന്നത് സമീർ? റിജിത്ത്, നിലവിൽ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒരു പ്രതിസന്ധിയായി മാറുന്നത്. ഉൾഭാഗത്ത് തീ പടരുന്നതാണ് വലിയ ബുദ്ധിമുട്ടായി ഈ ഘട്ടത്തിൽ മാറുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കാരണം ഉള്ളിലുള്ള 3 ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലേ? ഒരാൾ ചാടി രക്ഷപ്പെട്ട് 2 ആളെ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. ചാടിയതിന്റെ അവസ്ഥ എന്താ അറിയില്ല. ആദ്യം കൊണ്ടിട്ടുള്ളത് ചാടിയൊരു കാര്യമൊന്നും കുഴപ്പമില്ല. മറ്റേപ്പോൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു. ഇപ്പം ഇയാൾ സേഫാണ്. എങ്ങനെയാണ് ഫയർഫോഴ്സ് തങ്ങളോടുണ്ടായിരുന്നില്ല, എങ്ങനെ ഫയർഫോഴ്സിനെ രക്ഷപ്പെടുത്തിയത്? ഫയർഫോഴ്സ് അങ്ങനല്ല, ഞാൻ കൂടിയിട്ട് കോണി കയറിയിട്ട് എൻ്റെ മുകളിൽ മറ്റേ സ്ട്രെച്ചറിൽ വെച്ചിട്ട് ബന്ധത്താക്കിയിട്ട് കെട്ടിയിട്ട് താഴോട്ട് ഇറക്കിയതാണ്. 3 ആളെയും കൊണ്ടുപോയി. 2 ആളെ കൊണ്ടാണ്. ഒരാൾ ചാടി രക്ഷപ്പെട്ട് 2 ആളപ്പോൾ സേഫ്റ്റി ആയിട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോയി. മലയാളികളാണോ? മലയാളിയാണ്. അവൾ വലിയ പരിക്കില്ല എന്നാ മനസ്സിലാകുന്നത്. വലിയ പരിക്ക് കാണില്ല.
നമ്മൾ കാണുന്ന രീതിയിൽ പരിക്ക് കാണുന്നില്ല. ശ്വാസതടസ്സങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളാണ് ഉള്ളത്. ആളെ പെട്ടെന്ന് കൊണ്ടുപോയിട്ടുണ്ട്. രജിത്ത്, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അവരെ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അവിടെ തൊട്ടടുത്ത് തന്നെ വലിയ സംവിധാനങ്ങളുള്ള ആശുപത്രി ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയും. 3 മലയാളികളായിരുന്നു എന്നതാണ് ഇവർ നൽകുന്ന വിവരം. അവർ ആദ്യം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം ചാടി രക്ഷപ്പെട്ടു. വീണ്ടും ഉണ്ടായിരുന്ന 2 പേരെയാണ് ഫയർഫോഴ്സ് വലിയ ഉയരത്തിൽ ലാഡർ വെച്ചുകൊണ്ട് പിൻഭാഗത്ത് കെട്ടിടത്തിന്റെ വളരെ പിൻഭാഗത്തിലൂടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ആശങ്ക. പക്ഷേ അത് കെട്ടിടത്തിന്റെ ഉൾഭാഗത്ത് മാത്രമാണ് തീ ആളി പടരുന്നത്. സമീപത്തുള്ള ഇടങ്ങളിൽ തീ അങ്ങനെ, അല്ലെങ്കിൽ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കോ കെട്ടിടത്തിലേക്കോ നിലവിൽ തീ പടരുന്നില്ല എന്നുള്ളതും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടയുടെ ഏതാണ്ട് ഉൾഭാഗത്തേക്ക് എത്തി ഇപ്പോൾ അവർ വെള്ളം പമ്പ് ചെയ്ത് തീ അണക്കാനുള്ള ശ്രമമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പൂർണ്ണമായും കട ഫില്ലായിരുന്നു. കൂടുതലായിട്ടുള്ള ഈ കച്ചവട സാധനങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വളരെ വലിയ തോതിൽ ഈ കടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും വളരെ വേഗത്തിൽ തന്നെ തീ പടർന്നു എന്നതാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഭാഗത്ത് തീ അണക്കുമ്പോൾ മറുഭാഗത്ത് തീ പടരുന്നതാണ് ഒരു പ്രതിസന്ധിയായി ഈ ഒരു ഘട്ടത്തിൽ മാറുന്നത്. രാവിലെ 5:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം ഈ സമീപത്തെ പള്ളിയിലെ ഒരു ഉസ്താദാണ് ഈ നമസ്കാരത്തിന് ശേഷം ഈ തീപിടുത്തം കാണുന്നു. അങ്ങനെ അദ്ദേഹം ഓടിയെത്തുന്നു. പിന്നാലെയാണ് ബാക്കിയുള്ള ഫയർഫോഴ്സിനെയും എല്ലാവരെയും വിവരം അറിയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉള്ളിൽ കിടന്നുറങ്ങിയിരുന്ന ജീവനക്കാർ ബഹളം വെക്കുകയും ചിലർ രക്ഷപ്പെടുകയും ചിലർ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഫയർഫോഴ്സ് പരിഗണന നൽകിയത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആദ്യം തീ പടരുന്നത്, മറ്റു കെട്ടിടത്തിലേക്ക് തീ പടരുന്നത് ആദ്യം അണക്കാനുള്ള ശ്രമം നടത്തി. മറുഭാഗത്തെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമവും നടത്തി. അങ്ങനെ ഇത് രണ്ടും ഒരു വിജയം കണ്ടു എന്നതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്നുള്ളതാണ്. ഉള്ളിലുള്ളവരെ വേഗത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതും ഏറെ ആശ്വാസകരമായി. അതിൽ ഒരാളുടെ പരിക്ക് മാത്രമാണ് കാര്യമായ പരിക്കുള്ളതായി നാട്ടുകാരും ഫയർഫോഴ്സും അറിയിക്കുന്നത്. ബാക്കി 2 പേരുടെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. അവർക്ക് ഈ ഇത്ര വിഷപ്പുകയും ഒപ്പം തന്നെ ഈ ചൂടും അനുഭവിച്ചതിൻ്റെതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാണ് നിലവിൽ അവർക്കുള്ളത് എന്നതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മലപ്പുറത്ത് നിന്നും തിരൂരിൽ നിന്നുമാണ് നിലവിൽ ഫയർ യൂണിറ്റുകൾ എത്തി തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ കഠിനമായ ശ്രമം കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടയുടെ ഏറ്റവും ഉൾഭാഗത്ത് തീ ആളിക്കത്തുന്നതാണ് നിലവിൽ ഒരു പ്രശ്നമായി മാറുന്നത്. സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പുലർച്ചെ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിലുള്ള ദൃശ്യങ്ങളും ഇപ്പോഴുള്ള ദൃശ്യങ്ങളുമാണ്. ആ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത്രയും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ആശങ്ക ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് തീ പടരുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത്. അതിനിടയിൽ ആളുകൾ അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള നാട്ടുകാരുടെ പ്രതികരണം കൂടി വന്നതോടുകൂടി ആശങ്ക ഇരട്ടിയാവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരാളെ രക്ഷപ്പെടുത്തി, പിന്നീട് 2 പേരെ ഫയർഫോഴ്സ് സംഘമെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ 3 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർ മലയാളികൾ തന്നെയാണ്. മറ്റാരും അതിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള കാര്യം ഫയർഫോഴ്സ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പുറം ഭാഗത്തെയൊക്കെ എത്തി പൂർണ്ണമായി അണയ്ക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് കടന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ള ദൃശ്യങ്ങൾ കൂടി, തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ടാകും. മഹാലാഭമേള എന്ന പേരിൽ വലിയ വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുന്ന, പകൽ സമയത്തൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനമാണത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് 6 യൂണിറ്റ് സംഘമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഈ അകത്തെത്തി ഇപ്പോഴും പൂർണ്ണമായി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ, മലപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നും യൂണിറ്റുകൾ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടികളും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പുലർച്ചെ 5:30 തുടങ്ങിയ തീപിടുത്തമാണ്. ഇപ്പോൾ സമയം 7 മണിയാവുന്നു. അത്രയും സമയം നീണ്ട ദൗത്യമായിരുന്നു. അപ്പോഴും പൂർണ്ണമായ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരുപാട് സാധനങ്ങൾ ആ വ്യാപാര സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. 2 നിലകളായി പ്രവർത്തിച്ച കെട്ടിടമാണ്. കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആശ്വാസം എന്നുള്ളത് 3 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ്. ഈ 99 രൂപയ്ക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് എന്നാണ് നാട്ടുകാർ നമ്മളോട് സംസാരിച്ചത്. ഇപ്പോഴെന്തായാലും ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നു. അതിൻ്റെ പുറംഭാഗത്തുള്ള തീയൊക്കെ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കെട്ടിടത്തിനകത്തേക്ക് കടന്ന് അതിൻ്റെ ഉൾവശത്തുള്ള ഭാഗങ്ങളിലാണ് ഇപ്പോൾ തീ പടരുന്നത്. അതും ഏതാണ്ട് നിയന്ത്രണ വിധേയമാവുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെയാണ് ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത്രയും വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. രാവിലെ 5 മണിയോടുകൂടി എന്ന് പറയുമ്പോൾ നാട്ടുകാരൊക്കെ, പള്ളിയിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്
അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത്. അവരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിൽ ഒരാളെ, ഈ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഒരാൾ അതിൽ നിന്ന് ചാടി പുറത്തേക്ക് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. മറ്റ് 2 പേർ അതിനകത്ത് കിടക്കുകയായിരുന്നു. മുൻഭാഗത്ത് തീ പടർന്നതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. തീ വലിയ രീതിയിൽ പടർന്നതോടുകൂടി അവർ അതിനകത്ത് കുടുങ്ങിപ്പോകുന്ന നിലയാണ് ഉണ്ടായത്. രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യനില സംബന്ധിച്ചും ഇപ്പോൾ ആശങ്കകളില്ല എന്നുള്ളത് ആശ്വാസകരമായ വിവരമാണ്. പക്ഷേ ഈ തീ വലിയ രീതിയിൽ പടർന്നപ്പോഴുണ്ടായ രൂപപ്പെട്ട പുക, അത് ശ്വസിച്ച് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അതങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരോട് സംസാരിക്കാനും, ഈ രക്ഷപ്പെടുത്തിയതിനു ശേഷം അവരോട് സംസാരിക്കാനും നാട്ടുകാർക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുമൊക്കെ കഴിഞ്ഞിരുന്നു. എന്തായാലും ഒരു ആശങ്ക മാറുന്നുണ്ട്. ഇപ്പോഴും ആ കെട്ടിടത്തിൽ പടരുന്ന തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് അത്ര ആശങ്കപ്പെടേണ്ട എന്ന് തോന്നുന്നു. വരും മണിക്കൂറുകളിൽ വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സിന് പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നാട്ടുകാരുടെയും സഹായം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്കൊന്നും രക്ഷാപ്രവർത്തനം നടത്താവുന്ന ഒരു ഘട്ടമായിരുന്നില്ല. പുലർച്ചെ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ആ കെട്ടിടത്തിൻ്റെ, ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിലെ ഭാഗം പൂർണ്ണമായി കത്തിപ്പോവുകയായിരുന്നു. അതിനകത്തേക്ക് പുറത്തുനിന്ന ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്തി ആ ഭാഗത്തെ തീ അണച്ചതിന് ശേഷമാണ് പിന്നീട് അവർ ഈ വ്യാപാര സ്ഥാപനത്തിനകത്തേക്ക് കയറുന്നത്. അതിനുശേഷം ഈ തീ അണയ്ക്കുകയും അതിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിൽ കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ ആംബുലൻസിൽ പുറത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, തുടരാം. സമീർ, തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു പ്രശ്നമായി ഇപ്പോഴും തുടരുന്നത്. തീ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുള്ള കടയുടെ മുൻഭാഗത്തെ തീ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ അണക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉൾഭാഗത്തെ തീ വലിയ രീതിയിൽ ആളിപ്പടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തുന്നു, തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എത്തിയ ഫയർ യൂണിറ്റിലെ വെള്ളം കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ അതിവേഗത്തിൽ ഈ കോട്ടക്കൽ നഗരത്തിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് അവർ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. രാവിലെ ഏതാണ്ട് 5:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ആദ്യം ഈ ലാഭമേള എന്ന് പറയുന്ന ഈ ഒരു കടയുടെ മുൻഭാഗത്താണ് ആദ്യം തീ ഉയർന്നത്. അതിന് പിന്നാലെ തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി. പിന്നാലെ മലപ്പുറത്ത് നിന്നുള്ള കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തി. തീ ഇപ്പോൾ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 3 ജീവനക്കാർ ഈ കടയ്ക്ക് അകത്ത് തീ പിടിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുൻഭാഗത്ത് നിന്ന് തീ ഉയർന്നത് കൊണ്ട് തന്നെ അവർക്ക് വേഗത്തിൽ ഈ മുൻഭാഗത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അതിന് പിന്നാലെയാണ് പിന്നെ ഫയർഫോഴ്സ് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന മുകൾ ഭാഗത്ത് ലാഡർ വെച്ചുകൊണ്ട് കടക്ക് മുകളിലൂടെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരാൾ ഈ കെട്ടിടത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന് നിസ്സാര പരിക്കുണ്ട്. ചാടിയതുമായി ബന്ധപ്പെട്ട നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഗുരുതരമല്ല, ആശ്വാസകരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.